കഴിഞ്ഞ ക്ലാസ് വരെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കാര്യം വരെയായിരുന്നു പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയായിരിക്കും. എലമെന്റ് ഓഫ് എന്തായിരിക്കണം? -π/2 π/2. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആയിരിക്കണം. തീറ്റ എന്ന് പറയുന്നത് ബിലോങ്സ് ടു -π/2 π/2 ആയിരിക്കണം. π/2നും -π/2നും π/2നും അതിന് റേഞ്ചിൽ വരുന്ന വാല്യൂ ആയിരിക്കണം തീറ്റയുടെ വാല്യൂ. അതായത് ഏത് ഫംഗ്ഷൻ എഴുതിയാലും ഏത് ഫംഗ്ഷന്റെ ഇൻവേഴ്സും ആ ഫംഗ്ഷന്റെയും എടുത്താൽ ആൻസർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ആയിരിക്കും ലഭിക്കുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിന്റെ എലമെന്റ് ബിലോങ്സ് ടു ആ റേഞ്ചിൽ വരുന്ന എലമെന്റ്. ആ റേഞ്ചിൽ വരുന്ന എലമെന്റ്. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് ഏതാണോ അതിനകത്തുള്ള വാല്യൂ ആയിരിക്കും എങ്കിൽ തീറ്റ ആയിരിക്കും. അല്ലെങ്കിൽ ആ വാല്യൂലായിട്ട് ചേഞ്ച് ചെയ്തെഴുതാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ മാറ്റി ചോദിക്കാൻ പറ്റും. ഇതിനെ എങ്ങനെ മാറ്റി ചോദിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂവിന്റെ ആൻസർ എന്ന് പറയുന്നത് സൈനിൽ ചോദിക്കാം, അല്ലെങ്കിൽ സൈനിൽ തന്നതിന് ശേഷം രണ്ടും സൈനിൽ തന്നതിന് ശേഷം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടാനിൽ വരുന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ടാനിൽ വരുന്ന രീതിയിൽ ചോദിച്ചതിന് ശേഷം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സൈനിൽ വരുന്ന രീതിയിൽ ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ +1 പഠിച്ച കാര്യം തന്നെയാണ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിനെ അക്യൂട്ട് ആംഗിളിനെ എക്സ് എന്ന് മാർക്ക് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതെന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡാണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ആണ്. ഇത് അഡ്ജസന്റ് സൈഡാണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ്. ദെൻ ഇവിടെ ഒന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോ ഈ ടാനിന് പകരം ഇവിടെ ഇപ്പോ ആൻസർ എന്ന് പറയുന്നത് സൈനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് പറഞ്ഞിരിക്കുന്ന പറയുന്നത് 4/5 ആണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5. നമ്മൾ നേരത്തെ വെച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5നെ നമുക്ക് y എന്ന് സൂചിപ്പിക്കാം. സൈൻ y ഈസ് ഈക്വൽ ടു 4/5. സൈൻ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. സൈൻ എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷന്റെ അറിഞ്ഞിരിക്കണം. നമ്മള് കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോസ് എക്സ് ആണെങ്കിൽ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ടാൻ എക്സ് എന്ന് പറയുകയാണെങ്കിൽ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ദെൻ ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. സൈൻ എക്സ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ്, കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ്, ദെൻ ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ദെൻ നമുക്ക് ഇവിടെ നിന്ന് സൈൻ y ഈസ് ഈക്വൽ ടു 4/5 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 4 എന്നും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 5 എന്നും ലഭിച്ചു. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 5² - 4² റൂട്ട് ആയിരിക്കും. പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 - 16. That is equal to 9. √9 is equal to 3. അതാർത്ഥം അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 3 എന്ന് ലഭിച്ചു. ഇത് സൈൻ ഇൻവേഴ്സ് ആണ് ഇവിടെ തന്നിരുന്നെങ്കിൽ സൈൻ ഇൻവേഴ്സിനെ ഏതിലേക്ക് മാറ്റി എഴുതുക? ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റി എഴുതുക.
അപ്പോൾ tan y is equal to എന്തെന്ന് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് 4/3. ഇതിന് y is equal to എന്തെന്ന് എഴുതാം? tan inverse of 4/3. y is equal to tan inverse 4/5. അതായത് നമുക്ക് സൈൻ ഇൻവേഴ്സ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാനുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഏതൊരു ഫംഗ്ഷൻ തന്നിരുന്നാലും ഏത് രീതിയിൽ ഫംഗ്ഷൻ തന്നിരുന്നാലും നമുക്ക് ടാനിലേക്ക് മാറ്റാൻ കഴിയും, ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ കഴിയും, ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതിനുശേഷം ചേഞ്ച് ചെയ്തതിനു ശേഷം ടാനിലിട്ട് ആൻസർ ചെയ്യുക. അതിനെ ആൻസർ സൈൻ ഇൻവേഴ്സിലാണ് ലഭിക്കേണ്ടതെങ്കിൽ സൈൻ ഇൻവേഴ്സിൽ ആൻസർ ചെയ്തിരിക്കുക. ലാസ്റ്റ് ഈ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതറിഞ്ഞിരിക്കും. ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse of 3/4 എന്നാണ് ലഭിക്കേണ്ടത്. നമുക്കറിയാം tan inverse x plus tan inverse y, tan inverse x plus tan inverse y is equal to tan inverse of x plus y divided by 1 minus xy. ഇതാണ് ഇക്വേഷൻ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. That is equal to tan inverse of 1/2 plus tan inverse of 2/11 is equal to tan inverse of 1/2 plus 2/11 divided by 1 minus 1/2 into 2/11. That is equal to tan inverse of 11 plus 11 into 1, that is equal to 11 plus 2 into 2, that is equal to 4, divided by 11 into 2, that is equal to 22, whole divided by 1 minus 1 into 2, that is equal to 2 divided by 2 into 11, that is equal to 22. That is equal to tan inverse of 11 plus 4, that is equal to 15. 15 divided by 22 divided by 22 whole divided by 22 minus 2, that is equal to 20. 20 by 22. 20 by 22. Then നമുക്ക് ഈ 22 22 ക്യാൻസൽ ചെയ്യാം. That is equal to ഇതിനെ ചെറുതാക്കുമ്പോഴത്തേക്കും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. That is 3 അല്ല 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. That is equal to മുകളിൽ 3 ലഭിക്കും, താഴെ എത്ര ലഭിക്കും? 4 ലഭിക്കും. That is equal to tan inverse of 3/4. Tan inverse of 3/4, that is equal to answer. That is equal to answer. Then അങ്ങനെ ഇക്വേഷൻ കൊടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ വരാം. ഇതില് സൈനിലേക്കും ടാനിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ മിക്സിലെ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന രീതിയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യനുകൾ. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യനുകളാണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 3 tan sin inverse 3 sin inverse x is equal to sin inverse of 3x minus 4x cube. 3 sin inverse x is equal to sin inverse of 3x minus 4x cube. നമുക്ക് ഒരു കാര്യം അറിയാം, നേരത്തെ പറഞ്ഞായിരുന്നു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഒരു ആംഗിൾ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആ ആംഗിൾ, ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോ ഇതിനകത്ത് ലഭിക്കേണ്ടത് നമുക്ക് സൈനിന്റെ ഒരു ആംഗിൾ വരുന്ന ആൻസർ ആയിരിക്കും. അപ്പോൾ ഇതിന് എക്സിന് ഏത് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ നോക്കുക, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നോക്കുക. sin 3x ന്റെ ഇക്വേഷൻ നോക്കുക. sin 3x എന്ന് പറഞ്ഞാൽ sin 3x that is equal to എന്താണ്? 3 sin x minus 4 sin cube x ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin 3x എന്ന് പറയുന്നത് 3 sin x minus 4 sin cube x ആണ്. അപ്പോൾ ഇവിടെ ഈ 3 sin x എന്ന് കൊടുത്താൽ,
അതായത് എക്സിന് പകരം നമ്മൾ സൈൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അകത്ത് ലഭിക്കുന്നത് എന്തായിരിക്കും? സൈൻ 3x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x ആയിരിക്കും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x ആയിരിക്കും. ദെൻ അപ്പോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെ എക്സ് കിടക്കുന്നുണ്ട്, ഞാൻ തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരിക, സൈൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. ദെൻ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എക്സിന്റെ സ്ഥാനത്ത് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് LHS എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3 ഇൻറ്റു എക്സിന് പകരമാണ് സൈൻ തീറ്റ മൈനസ് 4 ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റ. Sin inverse of 3 sin theta minus 4 sin cube theta. Then that is equal to sin inverse of ഇതെന്ന് പറയുന്നത് നമുക്കറിയാം sin 3 theta ആണ്. അപ്പോൾ sin 3 theta that is equal to എന്ന് എഴുതാം 3 theta എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് sin inverse x ആണ്. that is equal to 3 into sin inverse x. എന്താണ്? ഇത് LHS അല്ല, എന്താണ്? that is equal to LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് ലഭിച്ചു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം എഴുതാൻ വേണ്ടിയാണ്. സിംപ്ലസ്റ്റ് ഫോം tan inverse of 1 by root of x square minus 1. tan inverse of 1 by root of x square minus 1. Then നമുക്ക് ഇവിടെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു? ടാനിന്റെ വിലയാണ് കിട്ടേണ്ടത്. അതായത് താഴെ വരുന്നത് കൊണ്ട് താഴെ ലഭിക്കേണ്ടതെന്ന് പറയുന്നത് കോട്ടായിരിക്കും. താഴെ ലഭിക്കേണ്ടത് എന്തായിരിക്കണം? കോട്ടായിരിക്കണം ലഭിക്കേണ്ടത്. റൂട്ട് എടുത്ത് ലഭിക്കുമ്പോൾ കോട്ട് ലഭിക്കണം. കോട്ടിന്റെ വാല്യൂ ആയിട്ട് ലഭിക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ അടുത്ത 2-3 ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ പരിചയപ്പെടുകയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു കോസീക് സ്ക്വയർ എക്സ് ആണ്. 1 പ്ലസ് tan square x is equal to ഒന്നെന്ന് പറയാണ് sin square x plus cos square x is equal to 1 ആണ്. sin square x plus cos square x is equal to 1 ആണ്. Then അടുത്തത് ഇതിനെ sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ sin square x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 plus cot square x is equal to cosec square x എന്ന് ലഭിക്കും. 1 plus cot square x is equal to cosec square x. Then വേറൊരു ഇക്വേഷൻ ഇതിനെ എല്ലാത്തിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 1 plus tan square x is equal to sec square x എന്ന് ലഭിക്കും. 1 plus tan square x is equal to sec square x. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. Then അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് x square minus 1 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ ഇതിനെ ചേഞ്ച് ചെയ്ത ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ cosec square x മൈനസ് എന്ന് എഴുതാം. ഈ ഒന്നിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -1 എന്ന് എഴുതാം. അതർത്ഥം ഈ എക്സിന് പകരം ഞാൻ ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? x is equal to cosec theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു?
cosec theta. Just ഒന്ന് നോക്കുക. Then theta is equal to എന്ന് എഴുതാം cosec inverse x എന്ന് എഴുതാൻ പറ്റും. x is equal to cosec theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് cosec square theta minus 1 is equal to എന്തെന്ന് എഴുതാം? ഇതെന്ന് പറയുന്നത് cot square x theta ആണ്. cot square x എന്ന് ലഭിക്കും. കോട്ടിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കോട്ട് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ കോട്ട് ലഭിക്കും. അതായത് താഴെ നമുക്ക് എന്താണ് ലഭിക്കേണ്ടത്? കോട്ടാണ് ലഭിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ തന്നിരിക്കുന്നത് ടാൻ ആയതുകൊണ്ട് താഴെ ലഭിക്കേണ്ടത് കോട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കൊടുത്തത്. ഓക്കെ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ദെൻ അപ്പോൾ cosec സ്ക്വയർ x ആണ്. ദെൻ ഇക്വേഷൻ എടുക്കുക ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√of x ന് പകരം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? cosec theta. cosec ഇവിടെ സ്ക്വയർ ഉണ്ട്. cosec സ്ക്വയർ theta minus 1. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ അതിനൊന്ന് മാറ്റി എഴുതുകയാണ്. cosec സ്ക്വയർ x minus 1 is equal to എന്താണ്? cot സ്ക്വയർ x ആണ്. അപ്പോൾ cosec സ്ക്വയർ x theta minus 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? cot സ്ക്വയർ theta ആയിരിക്കും. 1/√of cot സ്ക്വയർ theta. 1/√of cot സ്ക്വയർ theta. That is equal to implies that tan inverse of എന്ത് ലഭിക്കും? 1/cot theta. സ്ക്വയറിന്റെ റൂട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? സ്ക്വയർ ക്യാൻസൽ ആയപ്പോൾ തീറ്റ മാത്രമായിട്ട് കിട്ടും. കോട്ട് തീറ്റ എന്ന് ലഭിക്കും. സ്ക്വയർ ഇല്ലാത്ത ടൈം ആയിട്ട് ലഭിക്കും. that is equal to tan inverse of എന്താണ്? 1/cot എന്ന് പറയുന്നത് എന്താണ്? കോട്ടിന്റെ റെസിപ്രോക്കൽ ആണ് എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത് tan തീറ്റ എന്ന് ലഭിച്ചു. tan inverse of tan തീറ്റ ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം? തീറ്റ എന്നറിയാം. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? തീറ്റ is equal to cosec inverse x. that is equal to എന്തെന്ന് ലഭിക്കും? cosec that is equal to tan inverse of tan theta is equal to എന്തെന്ന് ലഭിക്കും? cosec inverse x. cosec inverse x. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. അതർത്ഥം തന്നിരിക്കുന്ന വാല്യൂ ഏതാണെന്ന് മനസ്സിലാക്കുക. അതിന് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് അതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൊണ്ടുവരാൻ കഴിയും. ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നല്ലതുപോലെ ഫെമിലിയർ ആണെങ്കിൽ മാത്രമേ, നല്ലതുപോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും കൂടെ ആവുമ്പോഴത്തേക്കും ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാപ്റ്ററിൽ ഇത്രയും കണ്ടന്റുകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ അതിലെ ക്വസ്റ്റ്യനുകൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.